വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 4, 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. കടലിനെ ശാന്തമാക്കുന്നു. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെയുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആനടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. നീ അത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തത ഉണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. യേശുവിന്റെ അധ്യാപന രീതി. യേശു താൻ ലോകത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്ന ദർശനങ്ങള് ജനങ്ങളോടും ശിഷ്യന്മാരോടും പങ്കുവെക്കുന്ന സമയം. തന്റെ ദർശനത്തിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായ ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ തന്റെ ശിഷ്യരുമായിട്ട് പങ്കുവെക്കുന്ന സമയമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പശ്ചാത്തലം. ഇഷ്ടപ്പെട്ട വിഷയമായതുകൊണ്ടും ചെറിയ കഥകളിൽ കൂടിയും ദൈവരാജ്യത്തെപ്പറ്റി ശിഷ്യന്മാരോട് പറയുന്നത് ശിഷ്യന്മാരും യഥാർത്ഥത്തിൽ ഉത്സാഹത്തോടു കൂടി ശ്രദ്ധിച്ചു കാണണം. സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കത്തക്ക വിധത്തിൽ സുവിശേഷകനായ മർക്കോസ് നമ്മോട് പറഞ്ഞു തരുന്നു, സമയം വൈകുന്നേരമായി എന്ന്. യേശു അത് മനസ്സിലാക്കിക്കൊണ്ട് ശിഷ്യന്മാർക്കായി ചെറിയ ഒരു പിക്നിക്ക് സജ്ജീകരിക്കുകയാണ്. ഒന്നിൽ കൂടുതൽ ആശയങ്ങള് ആ പിക്നിക്കിൽ കൂടെ യേശു കണ്ടു കാണണം. സ്വാഭാവികമായിട്ട് അപ്പോൾ ഉണ്ടായ വിരസതയിൽ നിന്ന് ശിഷ്യന്മാർക്ക് നവ ഉന്മേഷം കൊടുക്കണം. തീർച്ചയായിട്ടും അത് ആ പിക്നിക്കിന്റെ ഉദ്ദേശമായിട്ട് കാണണം. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യമേറിയ ഉദ്ദേശം യേശുവിന്റെ മനസ്സിൽ ഉണ്ടായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് തന്റെ ശിഷ്യന്മാരുടെ മനോവ്യാപാരങ്ങള് എങ്ങനെയിരിക്കുന്നു എന്നൊന്ന് പഠിക്കണം. ജീവിതത്തിന്റെ പരിപരുത്ത വശങ്ങള് എങ്ങനെ അവര് അഭിമുഖീകരിക്കാൻ അവർ പ്രാപ്തരായിട്ടുണ്ട്, അവരോട് സംസാരിക്കുന്ന വിഷയങ്ങൾ എന്തുമാത്രം അവര് മനസ്സിലാക്കിയിരിക്കുന്നു, തന്നിലുള്ള അവരുടെ വിശ്വാസം എത്ര കണ്ട് ആഴപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും കൂടെ ആയിരിക്കണം യേശു അങ്ങനെ ഒരു പിക്നിക്ക് പെട്ടെന്ന് ശിഷ്യന്മാർക്കായിട്ട് സജ്ജീകരിക്കുന്നത്. പിക്നിക്ക് പോകുന്നതിന് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന തോണി വന്നെത്തി. എല്ലാവരും തന്നെ ആ വഞ്ചിയിൽ കയറുന്നു. വഞ്ചി നീങ്ങി. അതോടുകൂടി തന്നെ സുവിശേഷകൻ നമ്മോടായിട്ട് പറഞ്ഞു തരികയാണ്, യേശു ആ വഞ്ചിയുടെ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുകയാണെന്ന്. അധികം സമയം കഴിയുന്നതിന് മുമ്പ് വലിയൊരു കൊടുങ്കാറ്റ്, തിരമാലകള് ആഞ്ഞടിക്കുന്നു, കടൽ ക്ഷോഭിക്കുന്നു, തോണി ഉറിയാൻ തുടങ്ങി. ഉലച്ചില് വളരെ അപകട നിലയിലേക്ക് പോകുന്നു എന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കി. ദാ തോണി മുങ്ങാൻ പോകുന്നു. എല്ലാവരും ഭയപ്പെട്ടു. അത് നമുക്ക് ആ സ്ഥിതിവിശേഷം സുവിശേഷകൻ നമ്മുടെ മുമ്പില് ആയിരിക്കുന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നു. എല്ലാവരും കടലിൽ മുങ്ങിച്ചാവാൻ പോവുകയാണ് എന്ന ധാരണ അവരുടെ ഉള്ളിൽ പരന്നു. അതിനു മുമ്പായി ആരോ ചെന്ന് ഉറങ്ങുന്ന യേശുവിനെ നിർബന്ധപൂർവ്വം വിളിച്ചുണർത്തി. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന യേശു വളരെ ശാന്തമായ രീതിയിൽ പ്രതികരിക്കുന്നു. കൊടുങ്കാറ്റായിട്ട് വന്ന കാറ്റിനെ ശമിപ്പിക്കുന്നു. ക്ഷോഭിച്ചിരുന്ന കടലിനെ ശാന്തമാക്കുന്നു. യേശു ശാന്തമായിട്ട് തന്നെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, എന്തിനു നിങ്ങൾ ഭയപ്പെടണം? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഞാൻ ഇവിടെ സന്നിഹിതനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? എന്ന് വെച്ചാൽ ഇത്ര പെട്ടെന്ന് ഉണ്ടാകാനിടവരുന്ന ഈ കൊടുങ്കാറ്റിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പുത്രനും കൂടിയായുള്ള യേശുവിന്റെ മനസ്സിൽ പതിഞ്ഞിട്ടില്ല എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടും കൂടിയാകണം ഈ
പിക്നിക്കിന് ഒന്നിലേറെ ആശയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ആരംഭത്തിൽ പറയുന്നത്. അതുകൊണ്ടും കൂടിയാകണം യേശു അമരത്ത് തറയണ വെച്ച് കിടന്നുറങ്ങിയതായിട്ട് ഉള്ള വിവരണം നാം വായിക്കാനിട വരുന്നത്. ഇവരെ ഒന്ന് പരീക്ഷിക്കണം. ശിഷ്യന്മാരുടെ മനോവ്യാപാരങ്ങളെ ആയിരിക്കുന്ന രീതിയിൽ പരീക്ഷിച്ചറിയണം. അതുവരെ അവർക്ക് നൽകിയ പ്രബോധനങ്ങള് അവരുടെ മനസ്സിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇതിനു വേണ്ടി ഒരുക്കിയ ഒരു സംവിധാനമായിരിക്കണം യേശുവിന്റെ മനോഗതിയിലെ ഈ പിക്നിക്ക്. തുടർന്ന് യേശുവിന്റെ സംസാരത്തിന്റെ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ, എന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രതിസന്ധികളെ എങ്ങനെ നേരിടുന്നു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനും എനിക്ക് മനസ്സിലാക്കാനും കൂടിയുള്ള ഒരു അവസരമായിട്ട് ഞാനിത് കാണുന്നു എന്ന അർത്ഥഗർഭമായ രീതിയിലായിരിക്കണം യേശുവിന്റെ പെരുമാറ്റം. അവിടെ കടൽ ശാന്തമായി, കാറ്റ് നിന്നു. അതിനുശേഷമുള്ള ശിഷ്യന്മാരുടെ പ്രതികരണം കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ വളരെയേറെ ആഴത്തിൽ പതിച്ചിട്ടുള്ളതാണ് എന്ന്. കാരണം അവര് ചോദിക്കുന്നു, കാറ്റ് അനുസരിക്കുന്നു ഇവനെ, ക്ഷോഭിച്ചിരിക്കുന്ന ഈ കടല് പോലും ഇവന്റെ വാക്ക് അനുസരിക്കുന്നു, ഇവൻ ആര്? യഥാർത്ഥത്തിൽ മനസ്സിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരു ചോദ്യം, ഇവൻ ആര്? അവര് ജീവിതത്തിൽ കണ്ടുപിടിച്ചു ആ ചോദ്യത്തിന് ഉത്തരം. ഇവൻ ആര് എന്ന ചോദ്യം അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നു. അതിനുള്ള ഉത്തരവും അവര് ജീവിതത്തിലൂടെ കണ്ടെത്തുന്നു. യേശുവിന്റെ പഠന രീതി ഒരു പ്രത്യേക രീതിയാണ്. വ്യാപപ്പെടകൊച്ചി എന്ന് പറയും. വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ ചോദ്യങ്ങള് ചോദിക്കാൻ അവസരം നൽകുന്നു. അവരെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കാനും കണ്ടുപിടിക്കാനും അവസരങ്ങൾ നൽകുന്നു. ഒരു പ്രത്യേക പഠന രീതിയാണ് യേശുവിൻ്റെത് എന്ന് വേണം മനസ്സിലാക്കാൻ. യഥാർത്ഥത്തിൽ നമ്മുടേതായിട്ടുള്ള ജീവിതത്തിലും യേശു പ്രയോഗിക്കുന്ന പഠന രീതി വ്യത്യാസപ്പെട്ടതാകാൻ വഴിയില്ല. നമ്മുടേതായിട്ടുള്ള ജീവിതത്തിലെ സ്വാഭാവികമായിട്ട് മനസ്സിന്റെ ഉള്ളറകളിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്ക് നമുക്ക് തനതായ രീതിയിൽ കണ്ടെത്താൻ സാധിക്കുന്ന ഉത്തരങ്ങളും, ആ ഉത്തരങ്ങളുടെ ഉദാത്തത അനുസരിച്ച് നാം യേശുവിനെ കണ്ടെത്തി എന്ന് വേണമെങ്കിൽ ആശ്വസിക്കാൻ. ആ ഉത്തരങ്ങള് വിശിഷ്ടമായിട്ടുള്ള ഉത്തരങ്ങളല്ലെങ്കിൽ നാം ഇനിയും യേശുവിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല.